Hi dear students, നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ എലമെന്റ് ഓഫ് സെഡ് ആണ്. ആൻഡ് ലെറ്റ് എ ആൽഫ ബീറ്റ B10 C ഗാമ ഡെൽറ്റ ആൻഡ് D12 be the vertices of a parallelogram ABCD. If AB is equal to root 10 and the points A and C lie on the line 3y is equal to 2x plus 1, then 2 into alpha plus beta plus gamma plus delta is equal to എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഇതിലെ പല ഇൻഫർമേഷൻസ് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഇതിന് ആൻസറിലേക്ക് എത്താൻ പറ്റും. സി ദർ ഇസ് എ പാരലോഗ്രാം. ഫസ്റ്റ് ഈ പാരലോഗ്രാമിന്റെ പ്രത്യേകത നോക്കൂ. ഇത് ABCD എന്ന് പറയുന്ന പാരലോഗ്രാം ആണ്. അപ്പം ഞാനിവിടെ ABCD എഴുതാണ്. സി ABCD എഴുതിയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ABCD എന്നുള്ള പാരലോഗ്രാമാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. റൈറ്റ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന നോക്കൂ, എ എന്ന് പറയുന്ന കോർഡിനേറ്റ് എന്താണ്? ആൽഫ കോമ ബീറ്റയാണ്. അപ്പം ഞാനിവിടെ ആൽഫ കോമ ബീറ്റ എന്ന് എഴുതി. ബിയുടെ കോർഡിനേറ്റ് 1,0, അപ്പോൾ അത് എഴുതി. സിയുടെ കോർഡിനേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് ഗാമ ഡെൽറ്റ എന്ന് തന്നിട്ടുണ്ട്, സോ അത് എഴുതി. ഇനി ഡിയുടെ കോർഡിനേറ്റ് 1,2 എന്ന് തന്നിട്ടുണ്ട്, അതും എഴുതി. പാരലോഗ്രാമിന്റെ പ്രത്യേകത നമുക്കറിയാം. ഇതിന്റെ ഡയഗണൽ എന്ത് ചെയ്യുന്നുണ്ട്? ബൈസെക്ട് ഈച്ച് ആണെന്ന് നിങ്ങൾക്കറിയാം, ശരിയല്ലേ? ഇതിന്റെ ഡയഗണൽ എന്ത് ചെയ്യുന്നുണ്ട്? ബൈസെക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഇതിന്റെ ഡയഗണൽ എന്ത് ചെയ്യുന്നുണ്ട്? ബൈസെക്ട് ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? യെസ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡയഗണൽ വരച്ചതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതേപോലെ ഇങ്ങനെയും വരച്ചു കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ബൈസെക്ട് ചെയ്യുന്നുണ്ട്. ഡയഗണൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ബൈസെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബൈസെക്ട് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മിഡ് പോയിന്റ് ഫോർമുല യൂസ് ചെയ്യാം. ബിക്കോസ് ഈ രണ്ട് കഷ്ണങ്ങളും സെയിം ആണ്. അതുപോലെ ഈ രണ്ട് കഷ്ണങ്ങൾ എന്താണ്? സെയിം ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് AC-യുടെ മിഡ് പോയിന്റ് ആണ് ചെയ്യുന്നത് കേട്ടോ. മിഡ് പോയിന്റ് ഓഫ് എന്താണ്? മിഡ് പോയിന്റ് ഓഫ് AC എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ആൽഫ പ്ലസ് ഗാമ ഡിവൈഡ് ബൈ 2 കോമ അടുത്തെന്താണ്? ബീറ്റ പ്ലസ് ഡെൽറ്റ ഡിവൈഡഡ് ബൈ 2. ഇതാണ് എന്ത്? AC-യുടെ മിഡ് പോയിന്റ്. ഇനി ഞാൻ BD-യുടെ മിഡ് പോയിന്റ് എഴുതുന്നു. സോ എഴുതുന്നു മിഡ് പോയിന്റ് ഓഫ് BD എന്ന് പറയുന്നത്. മിഡ് പോയിന്റ് ഓഫ് BD എന്ന് പറയുന്നത് എന്താണ്? BD ആകുമ്പോഴത്തേക്കും 1 + 1 അല്ലേ? 2/2 1 എന്ന് കിട്ടും. 0 + 2/2 അതും 1 എന്ന് കിട്ടും. ഇന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇത് രണ്ടും സെയിം പോയിന്റ് അല്ലേ? ഈ പോയിന്റ് എന്ന് പറയുന്നത് കോമൺ പോയിന്റ് ആണ്. അപ്പൊ ഈ രണ്ട് എലിമെന്റുകൾ സെയിം ആണ്, കറസ്പോണ്ടിങ് എലിമെന്റുകൾ സെയിം ആണ്. ഈ എലിമെന്റും അതുപോലെ ഈ എലിമെന്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആൽഫ പ്ലസ് ഗാമ ബൈ 2 എന്തായിരിക്കും? 1 ആയിരിക്കും. അതുപോലെ ബീറ്റ പ്ലസ് ഡെൽറ്റ ബൈ 2 എന്തായിരിക്കും? 1 ആയിരിക്കും. ഇത് ആൽഫ പ്ലസ് ഗാമ എന്ന് പറയുന്നത് 2 ആണ്. ബീറ്റ പ്ലസ് ഡെൽറ്റ എന്ന് പറയുന്നത് 2 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 2 into ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ പ്ലസ് ഡെൽറ്റയാണ്. അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? 2 into ആൽഫ പ്ലസ് ബീറ്റയ്ക്ക് പകരം നമ്മൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതിയല്ലോ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുക ആൽഫ പ്ലസ് ഗാമ പ്ലസ് ബീറ്റ പ്ലസ് ഡെൽറ്റ എന്ന് പറയുന്നത് 2 + 2 4 ആണ്. ഇതിൻ്റെയൊക്കെ സം എന്ന് പറയുന്നത് 4 ആണ്. സോ 2 into 4 = 8 എന്നുള്ള ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഓപ്ഷൻ 4 ആണ്. 8 ഈസ് ദി ആൻസർ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മളിത് ജസ്റ്റ് ഒരു ബേസിക് നോളജ് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. വേറെ ഇതിലേക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും വേണ്ട. ആ സമയത്ത് ഇവിടെ നോക്കൂ, AB-യുടെ ലെങ്ത് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. AB എന്ന് പറയുന്നത് √10 ആണ്. അതുപോലെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എയും സിയും. എ എന്ന് പറയുന്ന പോയിന്റ് ഇത്, സി എന്ന് പറയുന്ന പോയിന്റ് ഏതാണ്? ഇത്. എയും സിയും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ലൈനിൽ ലൈ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊന്നും നമ്മൾ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ മിഡ് പോയിന്റ് ഫോർമുല ഉപയോഗിച്ചപ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. അപ്പൊ എല്ലാ ഇൻഫർമേഷൻസും യൂസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ എടുത്തുകൊണ്ട് ആ പ്രോബ്ലത്തിൽ നിന്ന് എടുത്തുകൊണ്ട് ആ പ്രോബ്ലം തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എല്ലാം യൂസ് ചെയ്യണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ആൻസർ കിട്ടാനുള്ള മാർഗം നോക്കുകയാണ് നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, റൈറ്റ്. താങ്ക് യു.